സംസ്ഥാനത്തെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഓരോ കമ്പനികൾ നിർമ്മിക്കുന്നുണ്ട്. അവിടെ ജോലിയും കൊടുക്കും. അവസാനം അത് സ്വകാര്യവൽക്കരണത്തിലേക്ക് എത്തിപ്പെടുന്നു. അങ്ങനെ ഒരെണ്ണം കോഴിക്കോട് ചെറുവണ്ണൂരുമുണ്ടായി. സ്റ്റീൽ കോംപ്ലക്സ് ആണ് ഇപ്പോൾ സ്വകാര്യ കമ്പനി ഏറ്റെടുക്കുവാൻ പോകുന്നത്. അതിനെതിരെ പ്രതിഷേധവും ശക്തമാകുന്നുണ്ട്. ജനകീയ പ്രതിരോധ സമിതിയുടെയും ജനകീയ സമരസമിതിയുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. സമരം ശക്തമായ സാഹചര്യത്തിൽ കമ്പനി പ്രതിനിധികൾ സ്ഥലത്ത് എത്തിയിട്ടില്ല. ദിസ്ന തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കൊടുക്കണം. കോഴിക്കോട് ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് കമ്പനി സ്വകാര്യ വ്യക്തി ഏറ്റെടുത്തതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നുവരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ വലിയൊരു രീതിയിലുള്ള പ്രക്ഷോഭമാണ് ഈ സ്റ്റീൽ കോംപ്ലക്സിന് മുന്നിൽ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നത്. അതും 300 കോടി ആസ്തിയുള്ള ഈ കമ്പനി ഇത്തരത്തിൽ 25 കോടി രൂപയ്ക്ക് വിൽക്കുകയും തൊഴിലാളികൾക്ക് ആവശ്യമായ ആനുകൂല്യങ്ങളൊന്നും തന്നെ നൽകാത്തൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രത്യക്ഷ സമരവുമായി വിവിധ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് തന്നെ കടക്കാവുന്നതാണ്. ഇത്തരത്തിൽ വലിയൊരു രീതിയിലുള്ള ജനകീയ സമരസമിതിയുടെ കൂട്ടായ്മയാണ് ഇവിടെ ഇത്തരത്തിലൊരു പ്രക്ഷോഭം സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഹൈക്കോടതി ഉത്തരവുണ്ട്, അവർക്ക് സംരക്ഷണം നൽകി അതിനകത്ത് പ്രവേശിക്കാം എന്നൊരു ഉത്തരവ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. ഇത് ജനങ്ങളുടെ ഒരു പൊതു സ്വത്താണ്. 300 കോടി രൂപ, ഏകദേശം 300 കോടിയിലധികം വില വരുന്ന ഈ വ്യവസായം ചുളുവിലക്ക് അടിച്ചു മാറ്റാനുള്ള ശ്രമമാണ് ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ളത്. അതിന് NCLT ഉപയോഗപ്പെടുത്തി സംസ്ഥാന സർക്കാരിനൊരു അവസരം കൊടുക്കാതെ ഇത്തരത്തിലുള്ള നടപടിയായിട്ടാണ് ഇതിൻ്റെ ബന്ധപ്പെട്ടവർ പോയിട്ടുള്ളത്. അതിനെതിരെ ഈ സ്ഥാപനം സംരക്ഷിക്കുക എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ജനങ്ങൾ നിറവേറ്റും. അതിനെന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ഈ കമ്പനിയിനുള്ളിലേക്ക് കയറാൻ വേണ്ടി ഇവിടുത്തെ ആളുകൾ സമ്മതിക്കില്ല. ഇത്തരത്തിലൊരു ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ എങ്ങനെയാണ് ഇതിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഹൈക്കോടതി ഉത്തരവ് ഇവിടെ ബന്ധപ്പെട്ട അതിൻ്റെ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കെതിരെയും അതുപോലെ ഓരൊക്കെയാണ് ഇതിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സമരത്തിന് പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. നാട്ടിലെ ജനങ്ങൾക്ക് ഇതിനെ പ്രതിരോധിക്കുക. ഈ കൊള്ളക്ക് കൂട്ടു നിൽക്കാൻ എന്തായാലും ഇവിടുത്തെ ജനങ്ങൾ സമ്മതിക്കുക. കമ്പനിയുടെ ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയൊരു രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു. അതായത് ഇത്രയും വലിയ കോടികൾ, അതായത് 300 കോടി രൂപയുടെ മുതൽ അത് 25 കോടിയോളം രൂപയ്ക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു രീതിയിലുള്ള ആരോപണവും അഴിമതിയും ഒക്കെ തന്നെയും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? അത് പ്രത്യക്ഷത്തിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇത്രയും കോടിക്കണക്കിന് രൂപ വിലമതിപ്പുള്ള ഈ സ്ഥാപനത്തെ വെറും ചുളുവിലക്ക് അടിച്ചു മാറ്റുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നത്. അത് ഒരു കാരണവശാലും ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ പ്രത്യക്ഷത്തിൽ ഇതിന് ആധാരമായ കാര്യം. അത് ഇവിടുത്തെ ജനങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. അതുപോലെ തന്നെ ഈ വിരമിച്ചവരുടെ പകുതിയിലേറെ പേരുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാവാത്തൊരു സാഹചര്യമുണ്ട്. അവരും പ്രത്യക്ഷത്തിൽ സമരവുമായി രംഗത്ത് വരുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ തൊഴിലാളി സംഘടനകൾക്ക് തൊഴിലാളികളെ സംരക്ഷിക്കണം എന്നതാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങളൊന്നും തന്നെ നടപ്പിലാകാത്തൊരു സാഹചര്യം. ഒരു ആവശ്യം നടപ്പിലായില്ല എന്ന് മാത്രമല്ല, ഇത് എവിടെയോ ചില കേന്ദ്രത്തിൽ ചില ആളുകൾ ഇരുന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ സ്ഥാപനം ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് കച്ചവടം നടത്താനുള്ള ഒരു ആലോചന നടന്നിട്ടുള്ളത്. അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ അതിന് മറുപടി പറയേണ്ടി വരും. ഇവിടുത്തെ തൊഴിലാളികൾ അവർക്കുള്ള ആനുകൂല്യം കോടിക്കണക്കിന് റുപ്യ തൊഴിലാളികൾക്ക് തന്നെ ആനുകൂല്യത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുക്കാൻ വേണ്ടി തയ്യാറായില്ല. അത് മാത്രമല്ല, ഇത്രയും വില പിടിപ്പുള്ള ഈ സ്വത്ത് ഇങ്ങനെ ഛത്തീസ്ഗഡിലെ ഒരു സ്വകാര്യ മുതലാളിക്ക് തീരെഴുതി കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ല. തീർച്ചയായും വലിയൊരു രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭത്തിലേക്ക് തന്നെയാണ് ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ സമരം പ്രത്യക്ഷത്തിൽ മുന്നോട്ട് പോയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു സമരം നടക്കുന്നത്. അവർ പറയുന്നത് 300 കോടി രൂപയാണ് ആസ്തിയുള്ളത്. ഈ ആസ്തിയുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ 25 കോടി രൂപയ്ക്ക് ഛത്തീസ്ഗഡിലെ ഒരു സ്വകാര്യ വ്യക്തിക്ക് ഈ കമ്പനി വിൽക്കുന്നത്. അതോടൊപ്പം തന്നെ വിരമിച്ച ജീവനക്കാർക്കടക്കം പകുതിയിലേറെ ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വലിയൊരു രീതിയിലുള്ള പ്രക്ഷോഭവും അഴിമതി ഒക്കെ തന്നെയുമാണ് ഈ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനകീയ സമരസമിതി ആരോപിക്കുന്നത്.